ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷുവൊക്കെ എല്ലാവരുടെയും അടിച്ചു പൊളിച്ചോ? വിരുന്നൊക്കെ പോയി സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഇരിക്കുകയാണോ? നമുക്കിവിടെ വലിയ വിഷു ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് എണീറ്റപ്പോൾ ചെറിയ മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി രാവിലെ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് കുഞ്ഞു ഉഴുന്ന് പരിപ്പും കൂടെ അതിൻ്റെ ഒപ്പം ഇടുവേ. അത് കഴിഞ്ഞ് പിന്നെ കറിയൊന്നും ഇല്ലായിരുന്നു, പഴമൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് കപ്പലണ്ടിയും മുന്തിരിയും എല്ലാം ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഇടും. അപ്പം മധുരവും കിട്ടും. ഉപ്മാവ് കഴിക്കുമ്പോഴത്തേക്കും മുന്തിരിയുടെ ഒരു മധുരവും കപ്പലണ്ടിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സാധാരണ പോലെ തന്നെ ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും എല്ലാം ഇട്ട് വഴറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് റവയിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. എന്നിട്ട് പിന്നെ കാപ്പി കുടിക്കാനായിട്ടിരുന്നു. ഉപ്മാവും ഉള്ള ചായയൊക്കെ ആയിരുന്നു ഇന്ന് കഴിക്കാൻ. പിന്നെ ഇന്നലെ ഓശാനയൊക്കെ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി തുണിയൊന്നും മടക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ തുണിയെല്ലാം മടക്കി അലമാരിയിലെല്ലാം ഒതുക്കിയൊക്കെ ഒന്ന് വെച്ചു കേട്ടോ. അടുക്കി പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്കത്തെ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ കയറാമെന്ന് കരുതി. അപ്പോൾ തക്കാളിക്ക കൊണ്ട് ഒരു തക്കാളിക്ക കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഈ ഒരാഴ്ച നോയമ്പാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തക്കാളിക്കയും സബോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും അരപ്പിന് വേണ്ടി തേങ്ങയും പച്ചമുളകും 2 കുഞ്ഞുള്ളിയും അല്പം ജീരകവും ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും അരപ്പരയ്ക്കാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടണം. അപ്പോഴത്തേക്കും കുക്കറിൽ വേവിക്കാൻ വെച്ച തക്കാളിയും സബോളയും പച്ചമുളകും ഒക്കെ ഒറ്റ വിസിൽ മതി കേട്ടോ, വെന്ത് കിട്ടി. പിന്നെ അത് ആവി നന്നായി പോയി കഴിഞ്ഞ് തുറന്ന് അത് റെഡിയായപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കുക്കറിൽ നിന്ന് മാറ്റുന്നുണ്ടേ. എന്നിട്ട് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ അരച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ഒന്നുകൂടെ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ഉപ്പ് ഒഴിച്ച് പിന്നെയും ചാറിന് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് ഇത് വാങ്ങി വെച്ചു. പിന്നെ അതിനൊരു വറവ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിയും കറിവേപ്പിലയും പത്തലമുളകും ഒക്കെ ഇട്ട് വറവും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വറവ് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കറി റെഡിയായേ. ഇതിലേക്ക് 2-3 മുട്ടയും കൂടെ പുഴുങ്ങിയാൽ നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. രാവിലത്തെ കാപ്പിക്കും ഉപയോഗിക്കാം. പിന്നെ വൻപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുക്കറിൽ വേവിച്ച് പെട്ടെന്ന് തന്നെ ഒരു വൻപയർ തോരനും കൂടെ വെച്ചു. അങ്ങനെ തോരനൊക്കെ റെഡിയായി. വൻപയർ തോരൻ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണല്ലോ വൻപയർ തോരൻ. അതിന് ചോറും വൻപയർ തോരനും കൊണ്ടാട്ടമുളകും ഒക്കെ ആയിട്ട് പിള്ളേർക്ക് ചോറും ഒക്കെ കൊടുത്ത് അവരുടെ കൂടെ കുറച്ച് നേരം കളിക്കാനായിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. പായസം കൊടുക്കാത്തതിൻ്റെ ഒരു പരുവത്തിൽ ജോലി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി കഴിയട്ടെ എന്നിട്ട് തരാം, ചോറുണ്ടോ അല്ലേന്ന് ഓർത്ത് ഞാൻ കൊടുക്കാൻ ഇത്തിരി ലേറ്റ് ആയതാണ്. ജസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, ടി വി ഒക്കെ കാണുമോ, ഇന്ന പ്രോഗ്രാമൊന്നുമില്ല കേട്ടോ. മാറിയും മറിച്ചും ഒക്കെ ഇങ്ങനെ ഓരോ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കും. ജസ്റ്റിന് ഡാൻസ് കളിക്കും, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുക. ജുവൽ ചെറിയൊരു പിണക്കാണ് പായസം കൊടുക്കാത്തതിൻ്റെ പേരിൽ. എന്നാൽ പിന്നെ ഇനി കൊടുത്തേക്കാന്നൊക്കെ കരുതി, അവളുടെ പിണക്കം മാറ്റിയേക്കാന്ന് കരുതി. ജസ് എന്നോട് പറയുക വീഡിയോ എടുക്ക്, എൻ്റെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറയുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ നെസ്റ്റോയിൽ നിന്ന് പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മേടിച്ച പായസമാണ് ചക്കപ്പഴം പായസമാണ്. 11 ദിർഹംസോളായി. ചക്കയൊക്കെ വരട്ടി ഉണ്ടാക്കിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചക്കപ്പഴം പായസം നല്ലതായിരുന്നു. അതൊക്കെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞ് ഇത് കണ്ടോ, ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് തെമൂന്ന് വാങ്ങിച്ചപ്പം അവളെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിങ്ങനെ ഫിറ്റിയാലൊക്കെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്, നല്ലതാണ്. ഇത് ആ സ്റ്റിക്കർ ഇങ്ങനെ പൊളിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വെക്കാം. അപ്പോൾ എൻ്റെ കുറച്ച് മയിൽപ്പീലി ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചു. ഇന്നലെ കിട്ടിയ കുരിശോല ഒന്ന് വെക്കണം, അപ്പോൾ കുരിശോലയും എല്ലാം അതേ കണക്ട് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. തെമൂന്ന് പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുമല്ലോ. ഇത് തെമൂന്ന് മേടിച്ചാൽ നല്ല ഉപകാരമുണ്ട് കേട്ടോ. എനിക്കിത് ചെടിയൊക്കെ ആണെങ്കിലും മണി പ്ലാന്റൊക്കെ നമുക്കിങ്ങനെ ഫിറ്റിയെ കയറ്റി വിടാനും ഒക്കെ നല്ല ഉപകാരമുണ്ട്. ജസ്ലിൻ ഇവിടെ ഭയങ്കര ഡാൻസാണ് കേട്ടോ, പാട്ട് വെച്ചിട്ട്. ജുവൽ ടി വി കാണുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.